ദക്ഷഭവനത്തിൽ മഹാമായ സതി എന്ന പേരിൽ അവതരിച്ചു. സതി വളർന്ന് യൗവനയുക്തയായി. പ്രജാപതികൾ ഒരുമിച്ച് കൂടി ശിവനെ കൊണ്ട് സതിയെ വിവാഹം കഴിപ്പിച്ചു. വധൂവരന്മാർ ദക്ഷന്റെ ഗൃഹത്തിൽ തന്നെ പാർത്തുവന്നു. ആയിടയ്ക്ക് ഒരിക്കൽ ദുർവാസാവ് മഹർഷി ജാംബൂനദത്തിൽ ചെന്ന് അവിടെ സ്ഥിതി ചെയ്യുന്ന ജഗദംബികയെ മായാബീജ മന്ത്രം കൊണ്ട് ധ്യാനിച്ച് പൂജിച്ചു. ദേവിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ പ്രസന്നയായ ആ ദേവി തന്റെ ഖണ്ഡത്തിൽ കിടന്നിരുന്നതും പൂന്തേൻ പ്രവഹിച്ചു കൊണ്ടിരുന്നതുമായ ദിവ്യമാലയെ മുനിക്ക് പ്രസാദമായി കൊടുത്തു. ദുർവാസാവ് ആ മാല ശിരസിൽ ചൂടിക്കൊണ്ട് ആകാശമാർഗേണ പോയി. സതീദേവിയുടെ പിതാവായ ദക്ഷ പ്രജാപതി വസിക്കുന്ന കൊട്ടാരത്തിലെത്തി. ദുർവാസാവ് ആ പൂമാല ദക്ഷന് കൊടുത്തു. ദക്ഷൻ അധിക സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിച്ച് തന്റെ ശയനമുറിയിൽ ചാർത്തി. അതിന്റെ സുഗന്ധത്തിൽ ലയിച്ച് ഭാര്യയുമായി ക്രീഡിച്ചു. ആ പരിപാവനമായ മാല്യത്തെ ദക്ഷൻ അശുദ്ധമാക്കി. തന്നിമിത്തമുണ്ടായ പാപത്താൽ ദക്ഷന് സതിയിലും ശിവനിലും വിരോധം ജനിച്ചു. അവരെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയിറക്കി. അതിന്റെ ശേഷം ദക്ഷൻ ഒരു യാഗം അനുഷ്ഠിക്കുകയും ആ യാഗത്തിൽ ക്ഷണിക്കാതെ ശിവനെ അപമാനിക്കുകയും ചെയ്തു. യാഗത്തിൽ സംബന്ധിച്ച സതീദേവിയും അപമാനിക്കപ്പെട്ടു. അസഹനീയമായ താപത്താൽ സതീദേവി അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അന്നു മുതൽ ശിവൻ സതീ സതീ എന്ന് വിളിച്ചുകൊണ്ട് ലോകം ചുറ്റി നടന്നു.